നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ മലയാളികളുള്ള എല്ലാ കുടുംബങ്ങളിലും ചർച്ചാ വിഷയമായ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം. നിങ്ങൾക്കും കേൾക്കുമ്പോൾ മനസ്സിലാവും. ഉപ്പും മുളകും. സംസാരിച്ചു തുടങ്ങേണ്ടത് സിദ്ധാർത്ഥം ജോയ്. കേരളത്തിലെ പരമ്പരകളുടെ ചരിത്രം തന്നെ മാറ്റി രചിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി ഫ്ലവേഴ്സ് ചാനൽ കടന്നു വന്നത് ഉപ്പുമുളകും. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930കളുടെ അവസാനം എന്താണ് റിയ കടന്നു വന്നത് ഓടി തുടരാം. ജീവിതയാത്രയിൽ പല മുന്നേറ്റങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിണ്ടായിരിക്കും അല്ലേ? അഹങ്കാരം, ചെറിയ അഹങ്കാരമുണ്ട്. അപ്പൊ ബാസ്യത്തിൽ തുടരാം. നിനക്ക് എന്തോന്ന് കുഴപ്പം? കുറെ നേരമായല്ലോ നീ അവിടെ പഠിക്കാൻ പോയെന്ന് പറയണ്ടാന്ന് ഇത്. റിയോട് അത് പറയണ്ടേ. ഇങ്ങനെ കേരളത്തിന്റെ പരമ്പരയുടെ ചരിത്രങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ബാലുചേട്ടൻ സംസാരിക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. പലപ്പോഴും നാട്ടിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ എന്റെ വീട്ടുകാർ പറയാറുണ്ട്, മോനെ നിന്നെയും അതുപോലെ തന്നെ ഉപ്പും മുളകും എന്ന് പറയുന്ന പരമ്പരയിലെ അവരെ കാണാൻ ഒരുപോലെ ഉണ്ട് എന്ന്. ഒരു മനുഷ്യന്റെ ഒരുപോലെ ഉണ്ട്, അല്ല ഒരുപോലെ ഒരു വേറെ അല്ലേ, ഒരുപോലെ ഒരു രണ്ടാണ്. പക്ഷേ ഉപ്പും മുളക് പരമ്പരയിൽ ആരെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ ബാസിത്ത് ഞാൻ തള്ളിയതില്ലയോ? അങ്ങനെ ഒരു തള്ളല്ലേ, അവർക്ക് വലിയ നാണക്കേടാവും. ഓക്കെ, താങ്കൾക്ക് തുടരാം. മനുഷ്യന്റെ മിഡില ബ്ലാങ്കറ്റയും ഹൈപ്പോ തലാമസും തലാമസും അതിന്റെ മലയാളം പറ. അല്ല, ഹൈപ്പോ തലാമസ് തലാമസ് രണ്ടും പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, താങ്കൾക്ക് തുടരാം. അല്ല, ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും അടക്കമുള്ള എന്താ അല്ല അല്ല അങ്ങനല്ല. ഈ തലച്ചോറിനകത്തുള്ള രണ്ട്, ഞാൻ സോഷ്യോളജി ആണെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര അറിവാണ്. ഏതൊക്കെയാ പറഞ്ഞത്? ഏത് മാറ്റർ? ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഇതിന് മലയാളം ഉണ്ടോ ശരിക്കും? ഇല്ല. അതല്ലേ ഞാൻ ഇത്ര അഹങ്കാരത്തോടു കൂടി പറയുന്നത്. മറ്റൊന്നും പറയൂ, സിദ്ധാർത്ഥം ഒന്നും പറയൂ. പറയരുത്, പറ്റില്ല. അഹങ്കാരം ഇപ്പൊ മനസ്സിലായല്ലോ. താങ്കൾക്ക് തുടരാം. ഇങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ചിട്ട് രാജ്യത്തൂടെ നടന്നു പോകുമ്പോഴാണ് ഗുജറാത്തിന്റെ ഉപ്പുമരുഭൂമിയും രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളും അതുപോലെ തന്നെ കശ്മീരിലെ 41 സെക്കൻഡ് സംസാരിച്ചു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. സാറേ, എനിക്ക് വേറൊന്നുണ്ട്. അല്ല, വിസിലടിക്കുന്നില്ല. ഇതെന്റെ നാട്ടിലെ ചെലവന്മാർക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഞാൻ നാട്ടിൽ പോയ 10 സെക്കൻഡിനുള്ളിൽ സംസാരിക്കത്തില്ല പോലും. കാണട്ടെ. തൂക്കുപാലത്തിന്റെ ദൃഷ്ടിക്ക് ദോഷം, ക്ഷമിക്കണം, ഋതിക് റോഷൻ. തൂക്കുപാലത്തിന്റെ ദൃഷ്ടിക്ക് ദോഷമല്ല ഞാൻ, ഋതിക് റോഷൻ. അങ്ങനെ എത്ര മൂക്കിന് താഴെ മീശ മുളയ്ക്കാത്തതിന്റെ സങ്കടം മനസ്സിൽ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് നീ എന്തിനാ ഈ സങ്കടപ്പെടുന്നത്? എനിക്ക് വരാത്തതിന് എനിക്ക് സങ്കടമുണ്ട്. കൊല്ല്. എന്റെ കൺമഷിയാണ് നീ മൂക്കിന്റെ താഴെ. കൺമശി എടുത്തു എന്നതിന്റെ പേരിൽ എന്നോട് വൈരാഗ്യം കാണിക്കുന്ന സുന്ദരിക്കുട്ടിയാണ് നീ എന്ന് പറയാൻ വലിയ മടിയുണ്ട് എനിക്ക്. കാരണം കശ്മീരിലെ തരുണീമണികളെ കണ്ടാൽ തീരാവുന്ന അഹങ്കാരം നിനക്കുള്ളൂ. അങ്ങനെ മൂക്കിന് താഴെ മീശ മുളയ്ക്കാത്ത ഒരു ശുപ്പാണ്ടി തലയനാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. അപ്പൊ എന്താ പേര്? ഒന്നുകൂടെ പറയൂ. ശുപ്പാണ്ടി തലയൻ. താങ്കൾക്ക് തുടരാം. ഈ ശുപ്പാണ്ടി തലയൻ എന്ന വിളിയെ ഞാൻ സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ, എടാ ഡിംഗ്ലോ ഡോംബ്ലി എന്ന പേര് നിനക്ക് ഞാൻ തരുന്നു. എന്തിനു കുഴപ്പമല്ലോ ഉണ്ടോ? പേരാവർത്തിച്ചു. ശുപ്പാണ്ടി തലയൻ എന്ന പേര് ഇപ്പൊ പേര് ഡിംഗോ ഡോബ്ലി. ആ പേര് നേരത്തെ പറഞ്ഞായിരുന്നു. അല്ല, അതല്ല പേര്. ഇവിടെ ഈ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാർ ഒരു സത്യസന്ധൻ മാത്രമേ ഉള്ളൂ. ആ സന്ധൻ ഇതാണ്. സത്യമാണ്. ജോൺ, ശുപ്പാണ്ടി തലയനല്ല, മറിച്ച് ടുവാലു എന്ന രാജ്യത്തെ പൂവാലനാണ് ഈ നിൽക്കുന്ന ബാസിത്ത് എന്ന കൂട്ടുകാരൻ. അമ്മയുടെ കണ്ണിൽ നിന്ന് നേരത്തെ കൊങ്കൺ വെള്ളിപ്പാളത്തിനോട് എന്റെ മൂക്കിനെ ഉപമിച്ച ഈ സഹോദരനോട് ഒരു ചോദ്യം. താങ്കളുടെ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ ചട്ടിപ്പല്ലും ആ മോമയ്ക്ക മൂക്കും പിന്നെ ആ ത്രികോണ എന്നുള്ള നടപ്പും
കണ്ട അങ്ങ് പെൺപിള്ളേർ ഈജിപ്തിൽ നിന്ന് വരുമെന്നാണ് വിചാരം. അങ്ങനെയുള്ള ഒരു വിചാരങ്ങൾ നമുക്ക് ആവശ്യമില്ല. താങ്കൾക്ക് തുടരാം. ഫലസ്തീനും ചെക്കോസ്ലോവാക്കിയും കഴിഞ്ഞിട്ട് വരുന്ന സന്ദർഭത്തിൽ എന്തോന്ന് ചിരിക്കണത്? ഫലസ്തീൻ ചെക്കോസ്ലോവാക്കിയ എന്നൊക്കെ പറയുമ്പോ പലസ്തീനും ചെക്കോസ്ലോവാക്യ ശുഷ്കാന്തി കേട്ടില്ലേ? വാക്കുകൾ കൊണ്ട് വിസ്ഫോടനം തീർക്കുന്ന ഒരു നിമിഷത്തിന്റെ വേദിയിൽ വാചകത്തേക്കാൾ വിസ്ഫോടനം ഒരു നാട്ടുകാരാണ് അത് പോയി ഒരു ജില്ല വിസ്ഫോടനം ഓക്കെയാ. ഒരു പച്ച കൊടുത്തു സാറിന് അതി സംശയം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സംശയം തീർന്നില്ലേ? എനിക്ക് സംശയമുള്ളപ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. എന്റെ പോക്കറ്റിനകത്തോട്ട് കയറണ്ട. താങ്കൾക്ക് തുടരാം. വാക്കുകൾ കൊണ്ട് വിസ്ഫോടനം തീർക്കുന്ന ഒരു നിമിഷത്തിന്റെ വേദിയിൽ വാചകത്തേക്കാൾ ഏറെ പ്രാധാന്യം നർമ്മത്തിന് എന്ന് തെളിയിച്ച പ്രിയ സുഹൃത്ത് ബാസിദ് ആൽവിയെ ഒന്ന് പൊക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്തിരി അഹങ്കാരമായോ എന്നൊരു സംശയം. അതായത് 1947 സെപ്റ്റംബർ മാസം 22-ാം തീയതി രാവിലെ 12 മണി കഴിഞ്ഞ് 1 മണിക്ക് ഇടയിലുള്ള മണി മാത്രമല്ല രാവിലെ 12 മണിയുണ്ട് ഇവരുടെ നാട്ടിൽ. താങ്കൾക്ക് തുടരാം. അമ്പലപ്പറമ്പിൽ 50 കൊമ്പന്മാരുടെ വമ്പ് കണ്ട് കുറുമ്പ് കാട്ടിയ കുംഭകർണന്റെ പങ്കപ്പാടറിഞ്ഞ് തുങ്കദേശത്തെ കൊമ്പനക്കാട്ടിലെ മങ്കമാർ പങ്കായം തുഴഞ്ഞെത്തി ചോദിച്ചു, ഉപ്പും മുളകും എവിടെ കിട്ടും? എങ്ങനെ അതിലേക്ക് പോകുവാനും കയറുവാനും വേദിയിൽ എത്തി നിൽക്കുവാനും കഴിയുമെന്ന് ചോദിച്ച ബാസിത്തിന്റെ താങ്കൾക്ക് തുടരാം. ഉപ്പുമുളകും എന്ന വിഷയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് പോളണ്ടിനെ പറ്റിയാണ്. അവിടെയുള്ള ഓരോ പോളണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. പോളണ്ട് ആര്? നിങ്ങളുടെ അല്ലേ? പോളണ്ടിനെ പിടിച്ച് എന്താ പ്രശ്നം അറിയാം? പ്രശ്നം അറിയാ പറ്റിച്ചോളൂ. മീശമോളും മുലയ്ക്കാത്ത പ്രായം. അത്രേ ഉള്ളൂ. താങ്കൾക്ക് തുടരാം. മഠത്തിൽ ആയുർവേദ കലാലയത്തിൽ വന്ന ഈ യുവസുന്ദരിമാരെ ഞാനൊന്ന് പുകഴ്ത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങളുടെ സാമീപ്യം അതാണ് എന്നെ ഉൾപ്പുളകിതനും രോമാഞ്ച കഞ്ചകനുമാക്കുന്നത് എന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രല്ല പിള്ളേരെ കണ്ട അവിടെ രോമാഞ്ച ഓക്കെ എന്തോ കഞ്ചുകം വഴി കിടക്കുവാണോ? ഒറ്റ കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് എട്ടുവാലുവിലെ പൂവാലൻ എന്ന് വിളിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അതായത് ഉപ്പുമുളകുമാണല്ലോ വിഷയം. ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി ഞാൻ ആലോചിച്ചു പോയി. ഉപ്പുമുളക് വിഷയം ഉപ്പ് സത്യാഗ്രഹം തുടരട്ടെ. താങ്കൾ തുടരാം. ഉപ്പുമുളകും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എന്റെ കലാലയത്തിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. കശ്മീരിന്റെ തരുണീമണികളെ കണ്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ 10-15 ചെലവാക്കിയ കശ്മീരി വെടികൊള്ളാൻ വേണ്ടി അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഗാന്ധിജി അവിടെ നിൽക്കുന്നത്. എന്നോട് ഉപ്പുമുളകും കാണുവാൻ വീട്ടിലെ ടെലിവിഷൻ മലയാളം പറ. ഞാൻ അതിനൊന്നും അല്ല വിളിച്ചത്. നീ ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ചിത്രദർശിനി ഇവിടെ എല്ലാവർക്കും അറിയാം. നീ പോടെ. ഇന്നലെ രാത്രി 7 മണിക്ക് ഉപ്പും മുളകും എന്ന് പറയുന്ന പരമ്പര കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലുചേട്ടൻ എന്നെ വിളിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ ഉപ്പ് സത്യാഗ്രഹം നടന്ന വേദിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. സബർമതിയുടെ ചില്ലയിൽ കൂടുകൂട്ടി ഏതൊരു പക്ഷിക്കും പറയാനുണ്ടാവും സമരത്തിന്റെയും തീച്ചുളയുടെയും കഥകൾ. അങ്ങനെയിരിക്കെ ഇടമുറിയാതെ പെയ്യുന്ന ഇടവപ്പാതിയിൽ ഉപ്പുമുളകും വാങ്ങി ഇടമുറിയാതെ പെയ്യുന്ന ഇടവപ്പാതിയിൽ ഇടവയിൽ നിന്നുള്ള ഇടവപ്പാതി 2 തവണ ഇടവപ്പാതിയിലെ മഴ നനയുവാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് അമ്മ അകത്ത് നിന്ന് വിളിച്ചിട്ട് പറയുന്നത്, മോനെ ഉപ്പും മുളകും തുടങ്ങാൻ സമയമായി എന്ന്. ഇന്നലെ തീവണ്ടി യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എന്റെ കേന്ദ്ര പൊതുവിതരണ പിന്നെ ഇനിയും ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണമെന്നുണ്ട്. സമയം അവസാനിപ്പിക്കാറായില്ല. എന്റെ കയ്യിലുള്ള എല്ലാ സാധനവും തീർന്ന് എന്റെ പെൺകുട്ടികളെ നമ്മുടെ കുടുംബത്തിലെ അടുക്കളയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉപ്പും മുളകും എന്നത്. അതില്ലാത്ത ഒരു കറിയെ പറ്റി ചിന്തിക്കുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കഷ്ടമാണ്. സാറേ, മോരുകറിയെ കുറിച്ച് ചിന്തിക്കാം. ഇല്ല, ഞങ്ങൾ ഉപ്പിടത്തില്ല. മോരുകറി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ വെക്കുന്നത്? അതിന്റെ ചേരുവകൾ എന്തൊക്കെയാ? അല്ല, 2 വേർപ്പുതുള്ളി ഒഴിച്ചാൽ മതി. മാറിയില്ല. പറഞ്ഞു കൊടുക്കട്ടെ. ഞാനാ പറയണ്ടേ? ഞാൻ അകപ്പിച്ചത്
താനല്ല കത്തിച്ച്, ഇവിടെയാ കത്തിച്ചത്. ഓ ഇപ്പൊ നിങ്ങൾ വലിയ ടീമായില്ലേ? ഞങ്ങൾ വലിയ ടീമായി, ഞങ്ങൾ വലിയ ടീമായി. നമ്മളൊരു ഓക്കെ കലാകാരനെ. പണ്ടൊരിക്കൽ അപ്പൊ താങ്കളുടെ സമയം അവസാനിക്കും, താങ്കൾക്ക് തുടരാം. പണ്ടൊരിക്കൽ കോയമ്പത്തൂരിലെ കലാലയത്തിൽ നിന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ അടുത്ത നാട്ടുകാർ. കലാലയം. ഓ കലാലയം. ഗ്രീൻ വാലി അക്കാദമി കലാലയത്തിൽ ബിരുദ 3ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ബിരുദ അല്ല ബിരുദേന്നാ പറഞ്ഞു. ഞാൻ സമ്മതിച്ച് ബിരുദയല്ല, ബിരുദ. ആ ബിരുദ പറഞ്ഞു കൊടുക്കൂ. ബിരുദ ബിരുദ കലാലയം ബിരുദ. നിനക്ക് ഭയങ്കര അഹങ്കാരമായി പോയിട്ടോ, നിന്നെ കൊണ്ടുവരാൻ. നാക്ക് പിടിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, റെഡി റെഡി. ഓക്കെ, അപ്പൊ ഈ വിഷയം അവസാനിക്കും. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു.